നമസ്കാരം. ഇന്ന് നമ്മുടെ 1361 എപ്പിസോഡാണ്. ഞാൻ കുറേ കാലത്തേന് എപ്പിസോഡുകളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നത്തെ ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പോട് കൂടി ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ്. ഇതും ഞാൻ പറയുന്നത് നമ്മുടെ യുദ്ധത്തെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് ഏകദേശം 3000 പേര് കണ്ടത്. നമ്മുടെ അമേരിക്ക ഇസ്രായേലും കൂടെ നടത്തുന്നത്. അത് ബേസിൽ തന്നെ ഇന്ത്യയെക്കുറിച്ചൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് പറയണമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതെന്തും ആയിക്കോട്ടെ, എക്സോർവായി അത് ഒരു UDF വരേണ്ടതാണ് ഇവിടെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വ്യക്തിത്വമുണ്ട് അതിൻ്റെ പുറകിൽ. ഒത്തിരി രഹസ്യാത്മകമായ കരുക്കളുള്ള ഒരു സംഭവമുണ്ട്. ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടായിട്ട് 77 കൊല്ലമാകുന്നുള്ളൂ. അമേരിക്കയും ചൈനയൊക്കെ ഉണ്ടായിട്ട് 200 കൊല്ലമൊക്കെ ആയി. അപ്പോൾ ആ ചൈനയെ ബേസ് ചെയ്തൊക്കെ നമ്മളെ വിലയിരുത്തരുത്. ഇവരൊക്കെ അവസരം വന്നാൽ നമ്മൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുമാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു രാഷ്ട്രീയ ബേസ് അല്ലാതെ നമ്മൾ നരേന്ദ്രമോദിജിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനും കൂടെയാണ് ഞാനിതെടുത്ത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ, ഈ മോദിജി ഇപ്പോൾ ഇന്ത്യയിലില്ലായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? ഈ ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന ബർമ്മ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന, ശ്രീലങ്ക എല്ലാ രാജ്യവും കൂടെ നമുക്കെതിരെ തിരിഞ്ഞ് നമ്മളെ കൊത്താൻ നോക്കി. നമുക്ക് പക്ഷേ പിടിച്ചു നിന്ന ഈ മോദിജി ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ വർഗീയതായിട്ട് തന്നെ പറയുകയാണ്. ഈ മോദിജി ഭരിക്കുന്നതുകൊണ്ടാണ് നിലവിൽ ഇവിടെ മുസ്ലിമുകളധികം, ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും അല്ല പറയുന്നത്, ആക്രമിക്കപ്പെടാതിരിക്കുന്നത്. പഴയതൊക്കെ പോട്ടെ, ഇപ്പം നിലവിൽ ഒരു വർഗീയവാദി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, അദ്ദേഹത്തിന് ശേഷം ഭരിക്കുന്ന ആ പാർട്ടിപ്പെട്ട വേറൊരു പ്രധാനമന്ത്രി വന്നാലുണ്ടാകുന്ന ഭീകരതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിന് ശേഷം ഒരാളില്ല. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടാലും എന്നും പ്രീണനമാണ്. ഇപ്പം ചിന്തിച്ച് നോക്കുക, അതൊക്കെ അതിബുദ്ധിമാന്മാരുടെ പ്രവർത്തനങ്ങളാണ്. കാരണം ഇന്ത്യയിൽ മോദിജിയെ എതിർത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ BJP എതിർത്തുകൊണ്ടിരുന്ന ശക്തികളാണ് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സ്റ്റാലിൻ, കെജ്രിവാൾ, മമതാ ബാനർജി. ഇവരൊന്നും ഇപ്പം നിലവിലില്ല എന്ന് ഓർക്കണം. വോട്ട് അങ്ങോട്ട് മറിച്ചു, വോട്ട് ഇങ്ങോട്ട് മറിച്ചു, BJP അവർക്ക് വോട്ട് കുത്തി. ഇവരൊന്നും നിലവിലില്ല. ഇനി ഒരിക്കലും ഉയർത്ത് വരാനും ഭയങ്കര പാടാണ്. ഒരു 10 കൊല്ലത്തിനകം ഉയർത്ത് വരാനും പാടാണ്. ഒരിക്കലും LDF സർക്കാരിൻ്റെ കേരളത്തിലെ ഭരണ വീഴ്ച കൊണ്ടല്ല, ഏറ്റവും നല്ല ഭരണമാണ് കാഴ്ചവെച്ചത് ഈ 10 കൊല്ലം. പക്ഷേ അതിൻ്റെ കുട്ടി നേതാക്കന്മാരുടെ അഹങ്കാരവും പണസമ്പാദനവും ഒക്കെയാണ്, അഹങ്കാരമാണ് പാർട്ടിയെ തോൽപ്പിച്ച് കളഞ്ഞത്. കാരണം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് LDF ഭരണത്തിലുണ്ടായ നേട്ടങ്ങളും എനിക്കൊത്തിരി ഗുണങ്ങളും. ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ എനിക്ക് വന്ന് എന്നെ വീണ ജോർജ് മാഡം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നെ പരിചയം പോലുമില്ല, ഞാനൊരു ഫോൺ കോൾ ചെയ്തപ്പോൾ. അത്രയും എനിക്കറിയാവുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ എന്തോ ഒരു കെട്ടിടത്തിന് ഉദ്ഘാടനം വന്നപ്പം എടുത്ത വായിക്ക് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ വഴി സൈഡിലാണോ കൊണ്ടുവയ്ക്കുക? 2-3 ഏക്കർ സ്ഥലമുള്ള ഇവിടെ നിങ്ങൾക്ക് ആ പുറകെ കൊണ്ടുവച്ചാൽ വണ്ടി വന്നാൽ പാർക്ക് ചെയ്യാനോ ഒരു ആംബുലൻസ് നിർത്താനോ സ്ഥലമില്ലാതാണോ നിങ്ങൾ കെട്ടിടം പണി? അത്ര സെൻസുള്ളതാണ് ഈ വീണ ജോർജ് മാഡം ഒക്കെ. എനിക്കറിയാവുന്നതാണ് കൃത്യമായിട്ട്. അപ്പം ഇന്ന് ഇന്ത്യയിൽ BJPയോ മോദിയോ എതിർക്കാൻ ആരുമില്ല. പിന്നെ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സത്യത്തിൽ വേറൊരു ഭരണാധികാരിയാണ്. നിങ്ങൾ ചങ്കത്തോട്ട് പറ, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണ്. രാഷ്ട്രീയമൊക്കെ എന്നെപ്പോലെ തന്നെ രാഷ്ട്രീയം മാറ്റി വെച്ച് പറ. ഈ രാഷ്ട്രീയക്കാരനായിട്ടിരുന്നു കൊണ്ട് പറയുമ്പോഴാണ് ഇതൊക്കെ, വർഗീയവാദിയായിട്ടിരുന്നുകൊണ്ട് പറയുമ്പോഴാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെല്ലാം ജാതിയില്ല എന്നില്ലെന്ന് പഠിപ്പിച്ചാണ്. അവരൊക്കെ കാനഡയിലാണ്, ഒരു മോനെൻ്റെ കൂടെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം ഇവർക്ക് ആർക്കും ഇന്നുവരെ തോന്നിയിട്ടില്ല ജാതിക്കുളത്തിൽ എന്തെങ്കിലും ചേർക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ജനിക്കുമ്പോൾ വ്യവസ്ഥീകരിക്കപ്പെടേണ്ടതല്ല, നിങ്ങൾ വളരുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അവർക്ക് ഇന്നും തിരഞ്ഞെടുക്കാം, ഏത് നിമിഷവും ഒരു മതത്തിൽ ചേരാം. പക്ഷേ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഞാൻ. എൻ്റെ മക്കളും ദൈവവിശ്വാസികളാണ്. പക്ഷെ അവരൊരു മതത്തിൻ്റെ ബേസിലല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സായിപ്പന്മാരുടെ ഒരു ബുദ്ധി നിങ്ങൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഒരു ഉദാഹരണം, അതൊന്നും പറയാൻ പാടില്ലാത്തെങ്കിലും പറഞ്ഞു പോവാം. ഈ മദർ തെരേസ മരിച്ചിട്ട് എത്ര കൊല്ലമായി?
ആ മദർ തെരേസ മരിച്ച് എത്ര നാളിനകം വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു, നിസ്സാര കാലത്തിനകം. പക്ഷേ ഇവിടെ അതിനേക്കാൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അൽഫോൺസാമ്മ മരിച്ചുപോയി. അൽഫോൺസാമ്മയ്ക്ക് എന്നാണ് വിശുദ്ധ പട്ടം കൊടുത്തത്? കാരണം ഇന്ത്യക്കാരിയാണ് അവർ. അൽഫോൺസാമ്മ ഇന്ത്യക്കാരിയാണ്, ഒരു മദാമയാണ് മദർ തെരേസ. അവർ കൊടുക്കില്ല അത്. കാരണം ഒരു വിശുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മദർ തെരേസ പറയല്ല, അൽഫോൺസാമ്മയെ പറയല്ല, ഈ സായിപ്പന്മാരുടെ ബുദ്ധിയാണ്. അവർക്ക് കിട്ടേണ്ട പണം അവർക്ക് തന്നെ കിട്ടിയിരിക്കണം. അതാണ്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കും കൂടെ പോയായിരുന്നു, അൽഫോൺസാമ്മയുടെ ആ പള്ളിയുടെ അതിലെ കൂടെ പോയായിരുന്നു, കബറിൻ്റെ അതിലെ കൂടെ. അപ്പം എത്ര ലക്ഷങ്ങളാണ് വരുന്നത്. ആ പണമെല്ലാം അതിൻ്റെ ഒരു വീതമേ അവിടെ കിട്ടുകയുള്ളൂ. അപ്പം മറ്റൊരു മാത്രമല്ല, നോബൽ ഓസ്കാർ അവാർഡ് കിട്ടിയേക്കുന്ന 2 സിനിമയ്ക്കാണ് നമുക്ക്. ഒന്ന് ആദ്യമുണ്ടായ ജയ്ഹോ എന്ന് പറഞ്ഞുള്ള പാട്ടിനാണ് കിട്ടിയത്. അതിന് കിട്ടിയത് ഇന്ത്യക്കാർക്കാണെങ്കിലും ആ സിനിമ സംവിധാനം ചെയ്തത് സായിപ്പാണ്. ആ സിനിമ ഒരു സായിപ്പിൻ്റെ സിനിമയാണ്. രണ്ടാമത് നാട്ടു നാട്ടു എന്നും പറഞ്ഞ പാട്ടിന്. ഇതിനേക്കാൾ നല്ല പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ അവർക്ക്. പാട്ടൊക്കെ വിദേശ രാജ്യങ്ങൾ കുറവാണ് ഉപയോഗിക്കുന്നത്. അവർക്കൊരു അങ്ങനെയുള്ള പാട്ടുകളൊന്നും അവർക്കില്ല. പക്ഷേ ഈ നാട്ടു നാട്ടുവിനുള്ളതിൽ മൊത്തം സായിപ്പന്മാരും മദാമ്മമാരും അഭിനയിച്ചേക്കുന്നത്. അവരതിനാണ് കൊടുത്തത് ഓസ്കാർ അവാർഡ് 2 പ്രാവശ്യം കൊടുത്തതും. അതാണ് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണതൊക്കെ. അപ്പം ഈ സായിപ്പന്മാരെന്നും നമ്മളെ ഒരു അടിമയായിട്ട് നമ്മളെ തരം താഴ്ച അവർ കാണുകയുള്ളൂ. ഏത് രീതിയിലെടുത്താലും ശരി അവർ. പിന്നെ അതിനേക്കാൾ നമ്മളെ ഇച്ചിരി അംഗീകരിക്കുന്നവർ ഇസ്രായേലുകളാണ്. നമ്മൾ ഈ ജാതി ബേസിൽ മുസ്ലിം, ഇസ്രായേൽ, ജൂതൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുകളാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ചൈന പാകിസ്ഥാനെല്ലാം കൂടെ ആക്രമിക്കാൻ തുടങ്ങിയപ്പം അമേരിക്ക ഉണ്ടായിരുന്നപ്പം ആകെ ഇസ്രായേൽ അധികാരി മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇന്ത്യയോട് ആര് വേണമെങ്കിലും യുദ്ധം ചെയ്തോ, ഞങ്ങളോടും കൂടെ യുദ്ധം ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ. പിന്നെ റഷ്യ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ചൈനയായിട്ടൊരു യുദ്ധം നമുക്കുണ്ടായ റഷ്യ ആരുടെ കൂടെ നിൽക്കുമെന്ന് കണ്ടറിയണം. പാകിസ്ഥാനായിട്ടൊരു യുദ്ധം ചെയ്താൽ ഇസ്രായേലിനെ വിശ്വസിക്കാൻ ഒക്കുള്ളൂ. ഒരു കുഞ്ഞു രാജ്യം, കേരളത്തിൻ്റെ പകുതി അത്രയുള്ളൊരു രാജ്യം. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ ഇല്ലാതാക്കിയത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഓട്ടുമറിച്ച് കുത്തിയെന്ന് പറയും. ഈ കേരളത്തിൽ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ആ അവസ്ഥയാക്കി കളഞ്ഞു. ഇനി ഇതൊക്കെ തിരിച്ച് ബംഗാളിക്കാരനായാലും ത്രിപുരക്കാരനായാലും കേരളത്തിൽക്കാരനായാലും എത്ര വർഷമാകുമെന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും. വർഷങ്ങളെടുക്കും. പക്ഷേ ഇതൊന്നും നശിക്കില്ല. നശിക്കാതെ 10 കൊല്ലം മതി ഈ ഇന്ത്യയിൽ ഇലക്ഷൻ്റെയൊക്കെ അവസ്ഥ മാറാൻ. വോട്ടിങ്ങിൻ്റെ അവസ്ഥയൊക്കെ മാറാൻ 10 കൊല്ലം കിട്ടിയാൽ ഒരു 15 കൊല്ലത്തിനകം BJP മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി പ്രിയങ്ക വല്ലതും തിരിച്ച് വരണം. പ്രിയങ്ക വല്ലതും തിരിച്ച് ശരിക്കും വന്നാലേ ഒരു UDF, അതായത് UDF അല്ല, ഇന്ത്യ മുന്നണിക്കൊക്കെ കിട്ടും. ഇന്ത്യ മുന്നണി ശിഥിലമാക്കി. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ വിചാരിക്കുന്ന കളികളൊന്നും അല്ല. ഇവിടെ നിന്ന് ഒരാൾ എങ്ങനെ പോയി അദാനിയെ കാണാൻ പോയി. ഇതൊക്കെ സത്യമല്ലേ? എന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാണ്? അല്ല, നല്ല രീതിയിൽ ഭരിക്കട്ടെ. ഇവിടെ പെൻഷനൊക്കെ മുടങ്ങും. UDF വന്നാലും ഒരു പെൻഷനും മുടങ്ങില്ല. കാരണം പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർഡർ മുഖേന കിട്ടിയ വീടാണ്. പക്ഷേ അതൊക്കെ ഇത്ര നല്ല രീതിയിലാകാനുള്ള കാരണം, പക്ഷേ പെൻഷനൊന്നും മുടക്കാൻ പറ്റില്ല. അന്ന് കുറച്ച് മുടങ്ങിയെന്നുള്ളൂ. അന്ന് ഭയങ്കര സാമ്പത്തിക ദാരിദ്ര്യമായിരുന്നു. ഇന്ന് എന്ത് ദാരിദ്ര്യം വന്നാലും UDF സർക്കാർ അത് കൊടുക്കും. ഒരു ആനുകൂല്യങ്ങളും കുറയ്ക്കാറില്ല. ഇപ്പോൾ പണിത് വെച്ച ഹോസ്പിറ്റൽ ഇടിച്ച് കളയില്ലോ, സ്കൂളുകൾ ഇടിച്ച് കളയില്ലോ. അങ്ങനെയൊക്കെയാണ്. എത്ര ലക്ഷം രൂപ കൂടി കടമുണ്ടെങ്കിലും അതൊക്കെ തുറന്ന് തന്നെ പോവും. അതിനുള്ള ആർജവമൊക്കെ ഉണ്ട് UDFന്. കാരണം അവർക്കും ആഗ്രഹമില്ല 10 കൊല്ലം ഭരിക്കണമെന്ന്. അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ പോകുന്നത് 4ാം നമ്പർ സൈനിക ശക്തിയാണ്. പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതും 5ാം സ്ഥാനത്തെക്കാണ്ടാണ്. 5ഓ 6ഓ ആയിക്കോട്ടെ. ഇപ്പം ഈ യുദ്ധം വന്നപ്പോൾ ഇതൊക്കെ പെട്രോൾ ഉപയോഗിക്കുന്ന സ്വർണ്ണം മേടിയിലെന്നൊക്കെ പറയുന്നതൊക്കെ നിർത്താൻ പറയുമ്പം മോദിയെ കുറ്റം പറയുകയാണ്. പക്ഷേ 13 ലക്ഷം കോടി രൂപയെങ്ങാണ്ടാണ് ഇന്ത്യക്കാർ
നമ്മുടെ ഇവിടെ സ്വർണ്ണ ഖനനമൊന്നും അധികം നടക്കുന്നില്ല. വിദേശത്തേക്ക് പോകുന്നു. ഈ സ്വർണത്തിൻ്റെ എല്ലാം ഭീമമായ തുക. ആ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ മാത്രം വീടുകളിൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണം ഏതോ 2 രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള കരുതൽ സ്വർണത്തിനേക്കാൾ കൂടുതലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ പണം മൊത്തം അവർക്കാണ് ഇരുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണമല്ല ഇന്ത്യ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇന്ധനം ഇപ്പം നിയന്ത്രിക്കാൻ പറയുന്നതിൻ്റെ കാര്യം, ഒരാൾ പോകുന്ന കാറുകൾ എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ 2 പേർ പോകുന്ന കാറുകൾ 5 പേർക്കിരിക്കാം. എത്ര കാറുകളാണ് നമ്മൾ പോകുന്ന കാറുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ 70% ഒരാളാണ് പോകുന്നത്. അതിന് പകരം അതിനകത്ത് ഒരു 4 പേരെ കയറ്റത്തുമില്ല. അതുകൊണ്ടാണ് മാക്സിമം നഗരങ്ങളിൽ മെട്രോയും 42 പേർ കയറാവുന്ന ബസ്സൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഈ ആഡംബരമൊന്നും ഇല്ലാത്ത കാലത്ത് ജീവിച്ചിരുന്നു. പിന്നെ ചിന്തിക്കണം, 77 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒന്നുമില്ലാതെ കുറേ പഴംതുണിയും കുറേ പട്ടിണിയും. ഇപ്പം ശരിക്കും പട്ടിണി ഉണ്ടോ? നമ്മളെ പട്ടികളുടെ പോലും അവസ്ഥ ആലോചിച്ച് നമ്മുടെ വീട്ടിൽ ആ പട്ടികൾ നമ്മൾ തിന്നുന്ന ആഹാരത്തിൻ്റെ എച്ചിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം വീട്ടിൽ കപ്പ പോലും ഇല്ല. കപ്പയുടെ തോല് നിന്ന ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം കപ്പ പോലും ഇല്ല. അപ്പോൾ ഉള്ള ചോറിൻ്റെ ഇച്ചിരി മിച്ചം കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പട്ടികൾക്ക് ഇങ്ങനെ നാപ്കിൻ മേടിച്ച് കൊടുക്കുന്ന നാട്. വീട്ടിൽ പട്ടിയെ AC മുറി വളർത്തുന്ന, അവർക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കും പട്ടിക്ക് ദിവസം ആഹാരം കൊടുക്കുന്ന വീട്. ആ പട്ടികൾക്ക് വരെ സമ്പൽസമൃദ്ധമായി ഇന്ത്യയിൽ പോലും. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ അധപ്പതിച്ചു. അവിടെ അതാണ് ഇതാണെന്നൊക്കെ കുറേ പന്ന ഫോട്ടോസൊന്നും എടുത്ത് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരുപാട് വളർന്നു പോയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒക്കെ അവസ്ഥ ഒത്തിരി മാറി. 77 കൊല്ലം കൊണ്ട്. അല്ലാതെ 250-300 കൊല്ലം പഴക്കമുള്ള അമേരിക്കയല്ല ഇന്ത്യ, ചൈനയല്ല ഇന്ത്യ. പാകിസ്ഥാൻ്റെ അവസ്ഥ അവർക്ക് അറിയാം. ഇപ്പോഴും നമ്മുടെ ഭിക്ഷ മേടിച്ചാണ് ഈ ബംഗ്ലാദേശൊക്കെ, എന്നിട്ട് നമുക്കെതിരെ ചൊറിയുക. ഈ ശ്രീലങ്കയിൽ ഒരു വിമാനത്താവളം പണിയാൻ ചൈന കൊണ്ട് കൊടുത്തു. ലാസ്റ്റ് അവരുടെയുള്ള കഞ്ഞിയില്ലാതെ അവന്മാരെയൊക്കെ ഭരണാധികാരികളെ കൊന്നുകളഞ്ഞു. ഇന്ത്യയുടെ കൂടെ നമ്മൾ സ്റ്റേണായിട്ട് ഇപ്പം നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളല്ലാതെ ഈ കുഞ്ഞു വർഗീയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഇന്ത്യ തകർക്കാൻ നോക്കിയാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും സമാധാനമായിട്ട് ആരുടെയും തന്തയ്ക്ക് വിളിക്കാവുന്ന ഒരു രാജ്യം ഇന്ത്യയുള്ളൂ. വേറെ നിങ്ങൾ വിദേശത്ത് നിന്ന് വിളിക്കുക, ഒന്നെങ്കിൽ അവിടുത്തെ ഗുണ്ടകൾ വെടിവെച്ച് കൊല്ലും, ഇല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും, ഇല്ലെങ്കിൽ ജയിലിലാകും. ഏത് രാജ്യത്ത് നിന്ന് ആരെയും ചീത്ത വിളിക്കാവുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയുള്ളൂ. ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് അലമ്പായിട്ട് നടക്കാൻ പറ്റുന്ന, നല്ലവന് നല്ലതാകാനും പറ്റുന്ന ഒരേ രാജ്യം. നിങ്ങൾക്കറിയാം, എപ്പോഴും അറബി നാട്ടിലോ ഈ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ പോകുന്ന അവിടെ ഒരു പെൺകുട്ടിയെ ഞോണ്ടാനോ ചൊറിയാനോ ഒന്നും പറ്റില്ല. ഏത് രാത്രി പോയാലും അവിടെ സുരക്ഷിതമാണ്. പക്ഷേ അവിടെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ വീട് കിട്ടില്ല. ആണിനും പെണ്ണും ഒന്നും ഒരു 90% കിട്ടില്ല. അവർ കല്യാണം കാണിക്കണം അവരെ. അങ്ങനെയൊക്കെയുള്ള സുരക്ഷ. പക്ഷേ ഇന്ത്യയിൽ ഇവിടുത്തെ നഗരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ഏത് ലോഡ്ജും കിട്ടും, ഏത് ലോഡ്ജും ആർക്കും കിട്ടും. കാരണം നമ്മളിപ്പം നമ്മളെ കോടതി നിയമമൊക്കെ വിധിച്ചു, ഇഷ്ടമുള്ള ഒരാണിന് ഇഷ്ടമുള്ള പെണ്ണോട്, ഇഷ്ടമുള്ള പെണ്ണിന് ഇഷ്ടമുള്ള ആണിൻ്റെ കൂടെയൊക്കെ പോകാമെന്ന്. അതും മിസ്യൂസ് ചെയ്തുള്ളവരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പം. അത് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടുള്ള എല്ലാ കേസും പുക്രാണ്ടിയൊക്കെ ആയിട്ട്. പക്ഷേ വിദേശത്ത് പോകേണ്ടവരുടെ കൂടെ പോവുള്ളൂ അവർ. അതുകൊണ്ടാണ് അവിടുത്തെ ആ നിയമം അങ്ങനെ ആയത്. അവർ പോകേണ്ടവരുടെ കൂടെ അല്ലാതെ പോകില്ല. ഒരേ സമയത്ത് ഒരു ഇണയെ ഈ വിദേശിയിലെ പലർക്കും കാണുകയുള്ളൂ. അവരത് ഡൈവേഴ്സ് ഒന്നുമില്ല, വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗദറായാലും ആ ഇണ ഉള്ളപ്പോൾ അവർ വേറെ പോകില്ല. പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്. എന്നിട്ടേ അടുത്ത ആളെ അവർ നമുക്ക് പിരിയാമെന്നൊരു നമ്മുടെ സന്തോഷ് ജോർജ് സാറ്, കുളങ്ങര സാറ് പറഞ്ഞ പോലെ ഒരു ചായ അപ്പുറത്ത് കുടിച്ചേച്ച് നമുക്ക് പിരിയാം, ഇന്ന കാര്യം ഞാനും പറയാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞേച്ച അടുത്തയാണെ കണ്ടെത്തുള്ളൂ. അവരുടെ വാർദ്ധക്യം പോലും 36-ാം വയസ്സിൽ തുടങ്ങും. കാരണം അതിന് മുമ്പ് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിയും അവരതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ രാജ്യത്ത് വന്ന് അവർക്ക് 6 മാസം ജീവിക്കാം. അവിടെ 2 മാസം ജീവിക്കുന്ന കാശുണ്ട്. അവിടെ ഭയങ്കര മഞ്ഞും തണുപ്പുള്ള ഉള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് ടൂറിസം, നമ്മളുടെ ഇന്ത്യ ഡെവലപ്പായത് നമുക്ക് പച്ചയായിട്ട് കാണാം. നമ്മളതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കുക. ഞാൻ മോദിയെ ഒന്നും എടുത്തു പറയുന്നില്ല, കാരണം ഞാൻ BJP കേരളയിൽ ഒരു പാർട്ടിയിലും ഇല്ല.
പക്ഷേ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മറ്റൊന്നിൻ്റെയും കാര്യത്തിൽ നമ്മൾ തള്ളിപ്പറയരുത്. ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു യുദ്ധം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. ഏതായാലും കുരുത്തത്തിന് ഈ എപ്പിസോഡ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു, വേറെ പല പക്ഷേ ആരും ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടില്ല കേട്ടോ. ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടില്ല. അത് തന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല. ഇട്ടാലും എനിക്ക് വിഷയമില്ല. എന്നോട് ചിലർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അംഗീകരിക്കുക. നമ്മൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുക. യുദ്ധം വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ നിൽക്കുക. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നമുക്കൊന്നും ഒരു വിദേശിയുടെ, ഒരു പാകിസ്ഥാൻ്റെയും ഒരു ചൈനയുടെ, ഒരു അറബിയുടെ ഒന്നും പിതൃത്വമുള്ളവരല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പിതൃത്വമുണ്ട്. ആ ഇന്ത്യയിൽ വന്ന് മതം മാറിയവർ മാത്രമാണത്. ഇന്ത്യയിൽ അല്ലാതെ SIR മുഖേന ഒരു ഇന്ത്യ SIR വന്ന് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ബംഗ്ലാദേശികളല്ലാതെ ആരും ഇന്ത്യയിൽ നിന്ന് പോകേണ്ട വന്നില്ല. SIR വന്നാൽ എതിർത്ത ആരാണ്? മാർഷൽ പാർട്ടിയൊക്കെയാണ്. അവർ സമ്മതിക്കാറില്ല. പക്ഷേ SIR വന്നപ്പം കേരളത്തിൽ നിന്ന് എത്ര പേര് പോയി? ആരും പോയില്ല. അന്ന് ഒരു 10 കൊല്ലം മുമ്പ് പ്രചരിച്ചുകൊണ്ടിരുന്ന ഞാൻ കണ്ടിരുന്നു ഉള്ള മുസ്ലിമിനെല്ലാം ക്രിസ്ത്യാനിയെല്ലാം അടിച്ചിറക്കുമെന്ന്. ആരെങ്കിലും അടിച്ചിറക്കിയോ? SIR വന്ന് പ്രാബല്യത്തിലായില്ലേ? ബംഗ്ലാദേശികളെല്ലാം പോകേണ്ട വന്നില്ലേ? അതുകൊണ്ടല്ലേ ഈ ഇവിടെയുള്ള ബംഗാളികളെന്നും പറഞ്ഞ് നിന്നുകൊണ്ടിരുന്നവരിൽ ആസാമുകാരും ബീഹാറുകാരും ഒക്കെ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. വോട്ടിംഗ് വന്ന ബംഗാളിൽ പോയവന്മാർ തിരിച്ചു വന്നില്ല. അതിൻ്റെ കാരണമല്ല, ബംഗ്ലാദേശികളായിരുന്നു അവിടെ. എന്തോ മസാജ് സെൻറ്ററോ എന്തോ ബാണിപ്പോത്തിനൊക്കെ പിടിച്ച് ബംഗ്ലാദേശികളെയാണ്. ഇവർ ബംഗാളികളാണെന്നും പറഞ്ഞിരിക്കുക. ഇന്ത്യക്കാരെല്ലാം സ്വീകരിച്ചു. ഇനി അങ്ങനെ ഒന്നും ദോഷമുണ്ടാകില്ല. അതുപോലെ തന്നെ UDFിൻ്റെ ഭരണമൊക്കെ നന്നായിരിക്കും. ഇനി കൂടുതൽ നല്ല രീതിയിൽ ഭരിക്കാൻ നോക്കും. അതുപോലെ തന്നെ നിലവിലൊന്നും ചിന്തിക്കൊള്ളുക, ഇവിടുത്തെ രാഷ്ട്രീയമാണെങ്കിലും ഇപ്പം കേന്ദ്ര സർക്കാരിനെ എതിർക്കാനുള്ള ഒരു ശക്തിയും നിലവിലിപ്പോൾ ഒരു സംസ്ഥാനവും ഭരിക്കുന്നില്ല. അവരുടെ ആദ്യം എല്ലാ ശത്രുക്കളും തീരുക എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ എന്താ? ഇനി കോൺഗ്രസ് തീരുക. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ്റെ അവസ്ഥയൊന്നും ഇതായിരിക്കില്ല. അതുകൊണ്ട് വർഗീയത വെച്ച് ചിന്തിക്കാതിരിക്കുക, രാഷ്ട്രീയം വെച്ച് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുള്ള ഒരു അതായത് ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളെല്ലാം ബുദ്ധിമാന്മാരും കഴിവുള്ളവരായിരിക്കണം. കാരണം എല്ലാവരും കൂടെ തീരുമാനിക്കണം. ഒരു സ്വേച്ഛാധിപത്യത്തിൽ ഒരു സ്വേച്ഛാധിപത്യം മാത്രം നന്നായിരുന്നാൽ മതി. അപ്പം സ്വേച്ഛാധിപതിയായിട്ട് കരുതിയാലും ഇപ്പോഴത്തെ ഭരണം നമ്മൾ ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്ന ആരുമില്ല. അത് കയ്യിലിരിപ്പ് കൊണ്ട് പട്ടിണി കിടക്കുന്ന. നന്ദി, നമസ്കാരം. ഇത്രയും പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി.